എല്ലാവർക്കും നമസ്കാരം. സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ പ്രയോജനകരമാകുന്ന പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. അത് നമ്മുടെ പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. റോസ മിസ്റ്റിക്ക മാതാവിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ പലർക്കും റോസ മിസ്റ്റിക്ക മാതാവിന് നമ്മോടുള്ള സ്നേഹത്തെ പറ്റിയോ കരുതലിനെ പറ്റിയോ മാതാവിന്റെ അത്ഭുതകരമായ ശക്തിയെ പറ്റിയോ അറിവില്ല. ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാവരും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയി ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഒന്നുകിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ച് ആവശ്യമുള്ളപ്പോഴൊക്കെ ഇത് കേട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മാത്രമല്ല, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, കഷ്ടതകളൊക്കെ അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇത് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് മാറും. ഇങ്ങനെ ഞാൻ പറയുന്നതിന് ഒരു വലിയ കാരണമുണ്ട്. അത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ അയച്ചു കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് എന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം തന്നെ റോസ മിസ്റ്റിക്ക മാതാവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ കൗൺസിലിംഗ് സേവനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ടാരോ റീഡിങ്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയായിരിക്കും. നമുക്കറിയാം, പരിശുദ്ധ ദൈവമാതാവ് പല പേരുകളിൽ പല നാടുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇറ്റലിയിലെ മോന്തിച്ചിയാരയിൽ പിയേറിന ഗില്ലി എന്ന ഒരു നേഴ്സിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് മിസ്റ്റിക്കൽ റോസ് എന്ന രൂപത്തിലായിരുന്നു, അഥവാ രഹസ്യാത്മക പുഷ്പം. നമുക്കറിയാം, റോസ മിസ്റ്റിക്ക മാതാവിനെ നോക്കുമ്പോൾ 3 റോസ പൂവുകൾ മാതാവിന്റെ നെഞ്ചിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചുവപ്പ്, വെള്ള, അതുപോലെ ഗോൾഡൻ കളർ, സ്വർണ്ണ നിറത്തിലുള്ള പുഷ്പം. ഈ 3 പുഷ്പങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. മാതാവിന്റെ ഈ ഒരു പ്രത്യക്ഷത്തിൽ മാതാവ് പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. രഹസ്യാത്മക പുഷ്പം എന്ന് പറയുമ്പോൾ അത്രയ്ക്കും വളരെ സീക്രട്ട് ആയിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയോട്, സ്വന്തം അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ ഒരു അവസരത്തിൽ മാതാവിന്റെ ഈ 3 പുഷ്പങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. വെളുത്ത നിറത്തിലുള്ള പുഷ്പം സൂചിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കന്യാത്വത്വമാണ്, അല്ലെങ്കിൽ അമലോത്ഭവമാണ്. കന്യകയായ പരിശുദ്ധ മറിയത്തെയാണ് ആ ഒരു വെളുത്ത പുഷ്പം സൂചിപ്പിക്കുന്നത്. അതുപോലെ ചുവന്ന പുഷ്പം സൂചിപ്പിക്കുന്നത് ദൈവപുത്രന്റെ അമ്മയെയാണ്. ദൈവപുത്രന്റെ അമ്മയായി പരിശുദ്ധ അമ്മ ഒരുപാട് വേദനകൾ സഹിച്ചതും ദൈവപുത്രന്റെ രക്തം സ്വന്തം കണ്ണുകൊണ്ട് ദർശിക്കുകയും ചെയ്തതാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള പുഷ്പം സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ സഭയെ പ്രതിനിധീകരിക്കുന്ന അമ്മയെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. റോസ മിസ്റ്റിക്ക മാതാവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. നിങ്ങൾക്കിത് ഒന്നുകിൽ 9 ദിവസം നൊവേനയായിട്ട് ചൊല്ലാം. നൊവേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ദിവസം മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്, അല്ലെങ്കിൽ 9 ആഴ്ചകളിൽ മുടങ്ങാതെ ചൊല്ലുന്ന പ്രാർത്ഥനകളാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 21 ദിവസത്തേക്കിന് ഈ ഒരു പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ ഏറ്റവും ഫലപ്രദമായ ഒരു വഴി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ മാതാവിന്റെ ഈ ഒരു പ്രത്യക്ഷത്തിലൂടെ മാതാവ് ആവശ്യപ്പെടുന്നത് പ്രാർത്ഥിക്കുക, പശ്ചാത്തപിക്കുക, പരിഹാരം ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ്. പ്രാർത്ഥിക്കുക, പശ്ചാത്തപിക്കുക, പരിഹാരം ചെയ്യുക. നമ്മൾ പ്രാർത്ഥന മാറ്റി നിർത്തി മാനിഫെസ്റ്റേഷനിലൂടെ ചിന്തിക്കുമ്പോഴും ഇത് തന്നെയാണ് അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നതിന് പകരം നമ്മൾ അത് ആവശ്യപ്പെടുക. അതുപോലെ പശ്ചാത്തപിക്കുക, പരിഹാരം ചെയ്യുക. നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, പാപങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി നമ്മളുടെ പാത്ത് ക്ലിയർ ആവുക. ഇത് തന്നെയാണ് പരിശുദ്ധ മാതാവ് ഇവിടെ ആവശ്യപ്പെടുന്നത്.
ഇത് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ പരിഹാരമായിട്ട് ഈ ഒരു വീഡിയോ പലരിലേക്കും എത്തിക്കുന്നത് വഴി പരിശുദ്ധ ദൈവമാതാവിന്റെ അമലോത്ഭവത്തെ ഞാൻ ഇത്ര ആളുകളിലേക്ക് പരസ്യപ്പെടുത്തുന്നു. എൻ്റെ പാപ പരിഹാരമായി പരിശുദ്ധ ദൈവമാതാവിനെ ഞാൻ ഇത്ര പേരുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നു. ഈ ഒരു കടമ ചെയ്യുന്നത് വഴി എൻ്റെ പാപങ്ങൾ എന്നിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതിന് ദൈവമേ നിനക്ക് നന്ദി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നതിന് കാരണമാകും. നമുക്ക് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള, പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥനയിലേക്ക് ഭക്തിപൂർവ്വം കടക്കാം. റോസ മിസ്റ്റിക്ക മാതാവേ, അമലോത്ഭവേ, കർത്താവായ യേശുവിൻ്റെ അമ്മേ, തിരുസഭയുടെ മാതാവേ, ഈ ഭൂമിയിലെ അങ്ങയുടെ മക്കൾ പരസ്പരം സ്നേഹിക്കുവാനും ഐക്യപ്പെടുവാനും സമാധാനത്തോടെ ജീവിക്കാനുമാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. നന്മ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും തപസ് അനുഷ്ഠിക്കുവാനും അവിടുത്തെ നിർദ്ദേശത്തെ ഞങ്ങൾ സ്വീകരിക്കുവാനും പരിശുദ്ധ അമ്മേ, കൃപാപൂർണയായ മാതാവേ, എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് എന്നെ സഹായിക്കണമേ. ഇവിടെ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. മാതൃസ്നേഹത്തോടെ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. റോസ മിസ്റ്റിക്ക മാതാവേ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി, തിരുസഭയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവമേ, അമ്മയെ അങ്ങുമായി ബന്ധപ്പെടുത്തുന്ന ഒരു മധ്യസ്ഥയായി ഞങ്ങൾക്ക് നൽകുവാൻ തിരുമനസ്സായതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുകയാണ്. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ നല്ലതുപോലെ തന്നെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ, പൂർണ്ണമായും മനസ്സ് അർപ്പിച്ച് പാപപരിഹാരമെല്ലാം ചെയ്തുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ, കഴിയുന്നെങ്കിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ഒരു നേരം ഒന്ന് ഉപവാസം എടുത്ത് ഈ ഒരു പ്രാർത്ഥന ഒരു നിയോഗം വെച്ച് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു ആവശ്യം സാധിച്ചു കിട്ടുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തന്നെ ഇവിടെ കമൻ്റായി രേഖപ്പെടുത്തുക. അവയെല്ലാം തന്നെ എഴുതി വെച്ച് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്, കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നന്ദി.